നമ്മൾ മാതൃകാ വീട് എന്ന് പറയുമ്പോൾ ഇതൊരു മാതൃകയാണ്. കാരണം അതിജീവനത്തിന്റെ ഒരു മാതൃക അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു അതിജീവനത്തിൻ്റെ മാതൃകയാണെന്ന് മാത്രമല്ല, ഇവിടെ നമ്മളിപ്പോൾ പണിതൊരു വീട് ഒരു മോഡൽ വീടായി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ 5 സോണുകളിലായി 410 വീടുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഇവിടെ നോക്കിയാൽ കാണാം എല്ലായിടത്തും 4 സോണുകളിലായിട്ട് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഉയർന്നിരിക്കുന്ന PCCയുടെ കമ്പികളാണിത്. 4 സോണുകളിലും ഒരേ സമയം നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ ഇപ്പോൾ പറ്റുകയാണ്. 5ാമത്തെ സോണിൽ കൂടി ആഗസ്റ്റ് മാസത്തിൽ പ്രവേശിക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം നമ്മൾ റിപ്പോർട്ടറിലൂടെ ബ്രേക്ക് ചെയ്യുകയാണ്. 49 പേർ ഈ പട്ടികയ്ക്ക് പുറത്തായിരുന്നു. അവരെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം എടുത്തതിന് ശേഷമുള്ള വരവാണ് മന്ത്രി ഇപ്പോൾ. തീർച്ചയായിട്ടും 49 പേരെ ഗുണഭോക്തൃ ലിസ്റ്റിൽ DDMA നിർദ്ദേശിച്ച 49 പേരെ ഉൾപ്പെടുത്തി. ഇനി ഉള്ള പരാതികളിൽ വിശദമായിട്ടുള്ള ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഫിസിക്കലായിട്ടുള്ള വെരിഫിക്കേഷൻ കൂടി ആവശ്യമാണ്. അക്കാര്യത്തിന് വേണ്ടി അത് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുൾപ്പെടെ നിരവധി തീരുമാനങ്ങൾ എടുത്ത് ഔപചാരികമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാനും കേൾ മിനിസ്റ്ററും മുഹമ്മദ് റിയാസും എല്ലാം പങ്കെടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. കച്ചവടക്കാർക്കുള്ള നഷ്ടം നികത്തുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ. അതെ, നമുക്ക് പുതിയ വീട്ടിലേക്കുള്ള പ്രവേശനം അത് നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഇനിയുള്ള മണിക്കൂർ. റിപ്പോർട്ടർ തത്സമയം തന്നെ ഇവിടെ നിന്ന് ഇന്നത്തെ സായാഹ്ന വാർത്തയാകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ മന്ത്രിക്കൊപ്പം ധാരാളം ഇവിടെ കാണുന്ന മനുഷ്യർക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അതിജീവനം അത് എങ്ങനെ സാധ്യമാകും, വാടക വീടുകളിൽ ഞങ്ങൾ എത്ര കാലം കഴിയേണ്ടി വരും, അങ്ങനെ ഒരുപാട് ആശങ്കകളുള്ള മനുഷ്യരാണ്. 3 മാസക്കാലം കൊണ്ട് ഇങ്ങനെ ഒരു വീട് പൂർത്തീകരിക്കാൻ പറ്റിയാൽ അടുത്ത 4 മാസം കൊണ്ട് 410 പൂർത്തീകരിക്കുമെന്ന ആത്മവിശ്വാസം അതിൻ്റെ സംഘാടകർക്കുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്, ബന്ധപ്പെട്ട ഭരണകൂടത്തിനുണ്ട്. പ്രത്യേകിച്ച് ഊരാളുങ്കലാകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു ബിൽഡറാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം. ഇതേപോലെയുള്ള വീടുകൾ ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 നില വീടാക്കി മാറ്റാം, അവിടെ താമസിക്കാൻ വരുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ. അതിനു വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ വീടുകൾക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 5 സോണുകളിലും ഈ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആരോ പറയണ കേട്ടു ഇന്ന് ഒരേ ഒരു വീട്, ഇതൊരു മോഡൽ വീട് പണിതു എന്ന് മാതൃക ഒന്നല്ലേ പറ്റൂ. 4 സ്ഥലങ്ങളിലും 4 സോണുകളിലും നിങ്ങൾ പോയി നോക്കിയാൽ ഇതുപോലെ ഉയർന്നു നിൽക്കുന്ന കമ്പികൾ കാണാം. അതെല്ലാം നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളുടെ അടിത്തറയാണ്. അടിത്തറയില്ലാതെ വീടുണ്ടാകില്ല. 4 മാസക്കാലത്തേക്ക് കൃത്യം 2026 പുതുവത്സരത്തിലേക്ക് പുതുചിന്തകളുമായി നഷ്ടപ്പെട്ടതിനെല്ലാം മാറ്റിമറിച്ച് പുഞ്ചിരിമുറ്റത്തിൻ്റെ 1750 അടിയേക്കാൾ ഉയരത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ പുഞ്ചിരികൾ ഉയരുന്നത് കാണാൻ വേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ്.